എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് ഗൂഗിൾ സ്പ്രെഡ്ഷീറ്റിൽ എങ്ങനെ ഒരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാമെന്നും എങ്ങനെ ഒരു VLOOKUP ഫോർമുല അപ്ലൈ ചെയ്യാമെന്നുമാണ് നോക്കുന്നത്. ഇവിടെ ഒരു സെയിൽസ് ഡാറ്റ നിങ്ങൾക്ക് കാണാം. ഈ സെയിൽസ് ഡാറ്റയിൽ സീരിയൽ നമ്പർ, ഡേറ്റ്, റീജിയൻ, സെയിൽസ് പെർസെൻറ്റേജ് ആണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ തൊട്ടടുത്ത് കാണുന്ന സീരിയൽ നമ്പർ, ഡേറ്റ്, റീജിയൻ, സെയിൽസ് എന്ന കോളത്തിലേക്ക് സീരിയൽ നമ്പറിനെ ബേസ് ചെയ്തുകൊണ്ട് ഡാറ്റ എക്സ്ട്രാക്ട് ചെയ്ത് ചെയ്യാനാണ് VLOOKUP ഫംഗ്ഷൻ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൽ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് നമുക്ക് ആദ്യം ക്രിയേറ്റ് ചെയ്താൽ ഈ സീരിയൽ നമ്പർ അപ്ലൈ ചെയ്യാവുന്നത് കോപ്പി പേസ്റ്റ് ചെയ്യുന്നതിന് പകരം, ടൈപ്പ് ചെയ്യുന്നതിന് പകരം ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾക്ക് ആദ്യം ഒരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. അതിന് വേണ്ടത് നമുക്ക് ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് വേണ്ട സെല്ലുകൾ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ഡാറ്റ ടാബിൽ ഡാറ്റ വാലിഡേഷൻ എന്ന ടാബ് സെലക്ട് ചെയ്യാം. ഡാറ്റ വാലിഡേഷൻ ടാബ് സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ സ്ക്രീനിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഡാറ്റ വാലിഡേഷൻ റൂൾസ് എന്നൊരു പുതിയൊരു പെയിന് ആഡ് ആയിട്ട് വന്നത് കാണാം. അവിടെ ആഡ് റൂൾ എന്ന പ്ലസ് ബട്ടൺ പ്രസ് ചെയ്താൽ നമ്മൾക്ക് അപ്ലൈ ടു റേഞ്ച് കാണാം. അപ്ലൈ ടു റേഞ്ച് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ റേഞ്ചിലാണോ നിങ്ങൾക്ക് ഡാറ്റ വാലിഡേഷൻ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് അപ്ലൈ ചെയ്യേണ്ടത് ആ റേഞ്ച് സെല്ലുകൾ ഇവിടെ കാണിക്കുന്നുണ്ട്. സെയിം ടൈം ഇവിടെ സീരിയൽ നമ്പർ ഇവിടെ നിങ്ങൾക്ക് 2 ബട്ടൺ അപ്ലൈ ആയത് കാണാം. ഇനി ഇവിടെ ഒരു ക്രൈറ്റീരിയ ഉണ്ട്. ക്രൈറ്റീരിയയിൽ വരുന്നത് ഡ്രോപ്പ് ഡൗൺ ആണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഈ ഡ്രോപ്പ് ഡൗൺ തന്നെ 2 രീതിയിൽ കൊടുക്കാം. ഒന്ന് ഓപ്ഷൻ 1, 2, 3 എന്നിങ്ങനെയുള്ളതിൽ ഓപ്ഷൻ 1ൽ വേണ്ട വാല്യൂ ചെയ്യുക, എൻ്റർ ചെയ്യുക. ഓപ്ഷൻ 2 വാല്യൂ എഴുതുക, എൻ്റർ ചെയ്യുക. ഇങ്ങനെ നമുക്ക് ചെയ്യാവുന്നതാണ്. പകരം ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ ഡ്രോപ്പ് ഡൗൺ ഫ്രം റേഞ്ച് എന്നത് സെലക്ട് ചെയ്യാം. ഇവിടെ ഫ്രം റേഞ്ച് ഇപ്പോൾ കാണാം നിങ്ങൾക്ക് ഇതിൽ ഡ്രോപ്പ് ഡൗൺ ഫ്രം മൈ റേഞ്ച് എന്ന് വന്നിട്ടുണ്ട്. ഇവിടെ അതിന് തൊട്ട് താഴെയുള്ള സ്ക്വയർ ബോക്സ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സെലക്ട് എ ഡാറ്റ റേഞ്ച് എന്നൊരു പോപ്പപ്പ് വന്നിട്ടുണ്ടാവും. അവിടെ പോയിട്ട് നമ്മൾ ഈ സീരിയൽ നമ്പറിനെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ റേഞ്ച് ഇവിടെ ആഡ് ആയിട്ടുണ്ട്. ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഡൺ കൊടുക്കുക. ഡാറ്റ വാലിഡേഷൻ റൂൾ പെയിൻ ക്ലോസ് ചെയ്യുക. ഇപ്പോൾ ഡാറ്റ വാലിഡേഷൻ ഇവിടെ അപ്ലൈ ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കിയാൽ കാണാം ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നമ്മളത് സീരിയൽ നമ്പർ ആഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് VLOOKUP ഫംഗ്ഷൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. ഇവിടെ ഈ ഡേറ്റ് എന്ന സ്ഥലത്ത് നമ്മൾ VLOOKUP ഈക്വൽ ടു പ്രസ് ചെയ്തു. ഇപ്പോൾ തന്നെ VLOOKUP എന്ന അടിയിൽ എഴുതി കാണാം. അപ്പോൾ അതിൻ്റെ ഈ VLOOKUP എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി എലാബറേറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. വെർട്ടിക്കലായിട്ട് നമുക്ക് സെർച്ച് ചെയ്ത് എടുക്കാൻ വേണ്ടിയാണ് വെർട്ടിക്കൽ ലുക്കപ്പ് ഉപയോഗിക്കുന്നത്, അതായത് VLOOKUP ഉപയോഗിക്കുന്നത്. തൊട്ട് താഴെ ടാബ് ടു ആക്സെപ്റ്റ് എന്ന് പറയുന്നുണ്ട്. അതായത് ഈ ഫോർമുലയെ സെല്ലിലേക്ക് ആക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ടാബ് കീ പ്രസ് ചെയ്താൽ മതി. ടാബ് കീ പ്രസ് ചെയ്തപ്പോൾ ഈ VLOOKUP ഫോർമുല ഈ സെല്ലിൽ അപ്ലൈ ആയിട്ടുണ്ട്. ഇനി എന്തൊക്കെ ക്രൈറ്റീരിയ ആണ് ഈ ഒരു ലുക്കപ്പ് ഫംഗ്ഷന് ആവശ്യമായിട്ടുള്ളത്? ഒന്ന് സെർച്ച് കീ. ഏത് സെർച്ച് കീ അനുസരിച്ചാണ് നമുക്ക് ഡാറ്റ എക്സ്ട്രാക്ട് ചെയ്യപ്പെടേണ്ടത് എന്ന് പറഞ്ഞാൽ ഇവിടെ G3യിലെ സീരിയൽ നമ്പറിൻ്റെ കോളത്തിൽ നമ്മൾ ഏത് അപ്ലൈ ചെയ്യുന്നോ ആ അപ്ലൈ ചെയ്യുന്നതിനനുസരിച്ചാണ് നമുക്ക് ഡാറ്റ എൻ്റർ ആവേണ്ടത്. അപ്പോൾ നമ്മൾ G3 സെലക്ട് ചെയ്തു, കോമ. നെക്സ്റ്റ് ഏത് റേഞ്ചിൽ നിന്നാണ് നമുക്ക് ഡാറ്റ എക്സ്ട്രാക്ട് ചെയ്തെടുക്കേണ്ടത്? നമുക്ക് സെയിൽസ് ഡാറ്റയിൽ നിന്നാണ് ഡാറ്റ എക്സ്ട്രാക്ട് ചെയ്യേണ്ടത്. അതുകൊണ്ട് എൻ്റയർ സെയിൽസ് ഡാറ്റ സെലക്ട് ചെയ്തു, കോമ അപ്ലൈ ചെയ്തു. ഇനി അവിടെ ചോദിക്കുന്ന ഇൻഡെക്സ്, അതായത് ഡേറ്റ്. ഈ ഡേറ്റ് ആണ് ഇനി ഇവിടെ നമ്മൾ സീരിയൽ നമ്പർ അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ ഡേറ്റ് വരണം. അതിന് ഡേറ്റ് ഇൻഡെക്സ് എന്ന് ചോദിക്കുക, കോളം ഇൻഡെക്സ്. അതായത് നമ്മൾ ഡാറ്റ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന ഡാറ്റാ ബേസിലെ എത്രാമത്തെ കോളത്തിൽ നിന്നാണ് നമുക്ക് ഡാറ്റയെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ഈ ഡേറ്റ് എന്നത് ഇവിടുത്തെ 2ാമത്തെ കോളമാണ്. അപ്പോൾ നമുക്ക് 2 എന്ന് കൊടുക്കുക. അടുത്തത് ഈ സോർട്ടഡ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഇത് എങ്ങനെ സോർട്ട് ചെയ്തെടുക്കണം, അതായത് അക്യുറേറ്റ് വാല്യൂ വേണോ അതോ ഒരു അപ്രോക്സിമേറ്റ് വാല്യൂ വന്നാൽ മതിയോ? അപ്പോൾ നമുക്ക് വേണ്ടത് ആക്യുറേറ്റ് വാല്യൂ. അപ്പോൾ അതിനുള്ള കൊടുക്കേണ്ടത് ട്രൂ ഓർ ഫോൾസ് അങ്ങനെ കൊടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ 0 or 1 ഇത് രണ്ടും നമുക്ക്. ഞാൻ 0 ഉപയോഗിക്കുന്നുണ്ട്. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു, എൻ്റർ ചെയ്യുന്നു.
ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം NA എന്നൊരു എററാണ് വന്നിരിക്കുന്നത്. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ നമ്മൾ സെർച്ച് കീ കൊടുത്തിരിക്കുന്ന സീരിയൽ നമ്പറിൻ്റെ കോളത്തിൽ വാല്യൂ ഇല്ലാത്തത് കൊണ്ടാണ് ഇവിടെ NA എന്ന് വന്നിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുന്നതിനനുസരിച്ച് ഇവിടെ ഡേറ്റ് മാറി വരുന്നു. ഇനി നമുക്ക് റീജിയൻ വരണം, സെയിൽസ് വരണം. അതിന് സെയിം പാറ്റേണിൽ തന്നെ ഈക്വൽ ടു VLOOKUP ടാബ് കീ പ്രസ് ചെയ്യുക, സെർച്ച് കീ സെയിം സെർച്ച് കീ, കോമ, റേഞ്ച് സെയിം റേഞ്ച്, കോമ, കോളം ഇൻഡെക്സ്. ഇവിടെ മാത്രമേ ഈ ഫോർമുലയിൽ മാറ്റം വരുന്നുള്ളൂ. ഡേറ്റ് രണ്ടാമത്തെ കോളത്തിലായിരുന്നുണ്ടെങ്കിൽ മൂന്നാമത് കോളം ഇൻഡെക്സ് ആണ് റീജിയണിന് വരുന്നത്. അപ്പോൾ 3 കൊടുക്കുന്നു, കോമ 0 കൊടുക്കുന്നു, പാരന്തസിസ് ക്ലോസ് ചെയ്യുന്നു, എൻ്റർ ചെയ്യുന്നു. ഓക്കെ. അപ്പോൾ നമ്മൾ അഞ്ചാമത്തതിൽ ഇവിടെ നോക്കിയാൽ കാണാം, അഞ്ചാമത്തത് 1/5/2014 കേരള. ഇനി വേണ്ടത് നമുക്ക് സെയിൽസ് പെർസെൻറ്റേജ് ആണ്. അപ്പോൾ അതിന് വേണ്ടി ചെയ്യേണ്ടത് സെയിം ഫോർമുല റിപ്പീറ്റ് ചെയ്യുക. ഈക്വൽ ടു VLOOKUP ടാബ് കീ, സെർച്ച് കീ സെയിം സെർച്ച് കീ, കോമ, റേഞ്ച് സെയിം റേഞ്ച്, കോമ, ഇൻഡെക്സ്. ഇവിടെയും കോളം ഇൻഡെക്സ് ആണ് മാറുന്നത്. ഇനി നാലാമത്തെ കോളമാണ് നമുക്ക് ആവശ്യം. 1, 2, 3 നാലാമത്തെ കോളം. അപ്പോൾ 4 അപ്ലൈ ചെയ്യുന്നു, കോമ, ആക്യുറേറ്റ് വാല്യൂ 0 അപ്ലൈ ചെയ്യുന്നു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു, എൻ്റർ ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് 3 കോളത്തിൽ ഉള്ള വാല്യൂകൾ അപ്ലൈ ആവുന്നുണ്ട്. സെർച്ച് കീ മാറ്റുന്നതിനനുസരിച്ച് കാര്യങ്ങൾ മാറുന്നുണ്ട്. ഇത് ഒരു മെത്തേഡായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇത് പക്ഷേ കുറച്ച് ബുദ്ധിമുട്ടാണ്. എല്ലാ കോളത്തിലും നമ്മൾ ഫോർമുല അപ്ലൈ ചെയ്യണം. ഇതല്ലാതെ മറ്റൊരു വഴി കൂടി നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ VLOOKUP എന്ന ഫംഗ്ഷൻ തന്നെയാണ് എടുക്കുന്നത്, പക്ഷേ അതൊരു അറേ ഫോർമുലയൊക്കെയാണ് മാറ്റുന്നത്. ഇതിന് വേണ്ടത് ഈക്വൽ ടു VLOOKUP നമ്മൾ ടാബ് കീ പ്രസ് ചെയ്യുന്നു, സെർച്ച് കീ നേരത്തെ ചെയ്തതുപോലെ തന്നെ സെർച്ച് കീ ഇത് കൊടുക്കുന്നു, കോമ, റേഞ്ച് സെർച്ച് റേഞ്ച് നേരത്തെ കൊടുത്ത അതേ റേഞ്ച് നമ്മൾ അപ്ലൈ ചെയ്യുന്നു, കോമ. ഇവിടെ കോളം ഇൻഡെക്സ് എന്ന സംഭവം വരുമ്പോൾ നമ്മൾ ഒരു അറേ ഫോർമുല ഫോം ചെയ്യുകയാണ്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഷിഫ്റ്റ് കേളി ബ്രാക്കറ്റ് പ്രസ് ചെയ്ത് ഒരു കേളി ബ്രാക്കറ്റ്സ് അപ്ലൈ ചെയ്യുന്നു. ഇവിടെ നമ്മൾക്ക് വേണ്ടത് ഡേറ്റിൻ്റെ കോളത്തിൽ ഡേറ്റ് വരണം, റീജിയൻ വരണം, സെയിൽസ് വരണം. സീരിയൽ നമ്പറിൻ്റെ കോളത്തിൽ, അതായത് ഒന്നാമത്തെ കോളം ഇൻഡെക്സ് നമ്മൾ ഓൾറെഡി ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ചെയ്ത് വെച്ച ഒന്നാമത്തെ സീരിയൽ നമ്പറിനനുസരിച്ച് രണ്ടാമത്തതും മൂന്നാമത്തതും നാലാമത്തതുമായ കോളത്തിൽ വാല്യൂ അപ്ലൈ ചെയ്യപ്പെടണം. അതിന് നമ്മൾ ചെയ്യേണ്ടത് രണ്ടാമത്തെ കോളം ഇൻഡെക്സ് കോമ, മൂന്നാമത്തെ കോളം ഇൻഡെക്സ് കോമ 4. ഓക്കെ, കേളി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, കോമ, ട്രൂ ഓർ ഫോൾസ്, ബ്രാക്കറ്റ് ക്ലോസ്. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്. ഇനി നമ്മൾ ഈ ഫോർമുല അപ്ലൈ ആവണമെങ്കിൽ സാധാരണ ചെയ്യുന്ന എൻ്റർ കീ പ്രസ് ചെയ്താൽ അപ്ലൈ ആവില്ല. പകരം നമ്മൾ കൺട്രോൾ ഷിഫ്റ്റ് എൻ്റർ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം അറേ ഫോർമുല VLOOKUP എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതിയിരിക്കുന്ന എല്ലാ ഫോർമുലയും അവിടെ കാണിക്കുന്നുണ്ട്. നമ്മളത് പുറത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എറർ വരുന്നുണ്ട്, കാരണം ഇവിടെ എംപ്റ്റി ആയതുകൊണ്ടാണ്. നമ്മൾ 2 ക്ലിക്ക് ചെയ്യുന്നു, ഇവിടെ ഈ വാല്യൂ അപ്ലൈ ആവുന്നുണ്ട്. ഇവിടെ എന്തുകൊണ്ട് 4523 എന്നാൽ ഡേറ്റ് ഫോർമാറ്റ് ചേഞ്ച് ആണ്. നമുക്ക് വേണമെങ്കിൽ ഡേറ്റ് ഫോർമാറ്റിൽ പോയി ചെയ്യാം. എളുപ്പ വഴി നമ്മൾക്ക് തൊട്ട് മുകളിലുള്ള ഡേറ്റ് ഫോർമാറ്റിനെ കോപ്പി ചെയ്യുക, ഇവിടെ വരിക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, പേസ്റ്റ് സ്പെഷ്യൽ എടുക്കുക, ഫോർമാറ്റ് ഓൺലി കൊടുക്കുക. അപ്പോൾ നമുക്ക് അതേ ഫോർമാറ്റിലേക്ക് മാറാൻ പറ്റും. ഇവിടെ പെർസെൻറ്റേജും സെയിം ടൈപ്പിൽ കോപ്പി ചെയ്യുക, പേസ്റ്റ് സ്പെഷ്യൽ, ഫോർമാറ്റ് ഓൺലി. ഓക്കെ, ഇനി നമ്മൾക്ക് മാറ്റി നോക്കിയാൽ അറിയാം ഇത് ഏത് ഫോർമാറ്റിൽ ഏത് സീരിയൽ നമ്പറിലേക്ക് മാറുന്നുണ്ടോ ആ ഡാറ്റാബേസാണ് ഇവിടെ അപ്ലൈ ആവുന്നത്. ഇതാണ് 2 തരത്തിൽ VLOOKUP അപ്ലൈ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ പഠിച്ചത് ഒന്ന് ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് എങ്ങനെ ആഡ് ചെയ്യാമെന്നും VLOOKUP എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നുമാണ്. നിങ്ങൾ ഇത് മനസ്സിലാക്കിയെന്ന് കരുതുന്നു. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ വീഡിയോയുടെ അടിയിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, റിപ്ലൈ തരുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി. താങ്ക് യു.